ഒരു 2 മണിക്കൂർ ഒബ്സർവേഷൻ ഇരിക്കട്ടെ. മോളെ മോളെ നീളെ മോളെ കരയണ്ട. സാരമില്ല, കരയാതെ. എനിക്ക് പേടിയാവുന്നു ചേച്ചി. പേടിക്കണ്ട കേട്ടോ. ഞങ്ങളെല്ലാരും വന്നില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? അതെ, ഇത്രയും പേര് ഇവിടെ നിൽക്കാൻ പാടില്ല. പുറത്തിറങ്ങണം. ഒറ്റയ്ക്കായ സിസ്റ്റർ ഇവള് പേടിക്കും. എന്നാ ഒരാൾ നിന്നാ മതി. അമ്മ അമ്മ നിൽക്കാട്ടോ ഇവിടെ. നിങ്ങളാരും പോകല്ലേ? വിനീതേട്ടാ വീട്ടിൽ പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോണേ. കൊണ്ടുപോകാൻ മോളെ. ഡോക്ടർ, നിളമോൾക്ക് എന്താ അസുഖം? ടെസ്റ്റ് റിസൾട്ട് വരട്ടെ, പറയാം. അമ്മ കരയല്ലേ. ആ ഫയറിംഗ് എടുത്തേ. ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നിട്ടേ ബാക്കിയുള്ളവർ പുറത്തിറങ്ങി നിൽക്കൂ പ്ലീസ്. മോളെ, ഞങ്ങൾ പുറത്ത് നിൽക്കാമേ. ഗംഗേച്ചി മോളെ പേടിക്കണ്ട കേട്ടോ. അമ്മ ഇവിടെ നിന്ന് എവിടെയും പോവില്ല. മോളെ പേടിക്കണ്ട, റിസൾട്ട് വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ. മോളെ കരയണ്ട. മിസ്സേ, നിളയ്ക്ക് എന്താ പറ്റിയേ? അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. നല്ല ആക്റ്റീവായിരുന്നു. സ്കൂളിലെത്തുന്നത് വരെ വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. അവള് ക്ലാസ്സിൽ വിട്ടിട്ടാ ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോയത്. അസംബ്ലിക്ക് പ്രെയർ പാടുന്നത് നിളയാണെന്ന് അറിയാലോ. മൈക്കിന് മുന്നിൽ വന്ന് അവൾ ഒരു നിമിഷം കൈകൂപ്പി നിന്നു. പതിവുള്ളതുപോലെ പ്രെയർ പാടാൻ തുടങ്ങിയപ്പോ മോള് തല കറങ്ങി താഴേക്ക് വീണതാ കണ്ടത്. പ്രിൻസിപ്പൾ അടക്കം എല്ലാവരും പേടിച്ചുപോയി. ഉടൻ തന്നെ സ്കൂൾ വാനിൽ ഇവിടെ എത്തിച്ചു. അവളുടെ കണ്ണ് തുറന്നേ പിന്നെയാ അവരൊക്കെ സ്കൂളിലേക്ക് പോയത്. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മിസ്സേ. മോളെ ഗംഗേച്ചി മോള് വാ. നിളയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതായി ഏതെങ്കിലും ഡോക്ടേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഹെൽത്ത് പ്രോബ്ലം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ. ഞാൻ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല ചോദിച്ചത്. ജനന സമയം മുതൽ മോൾക്ക് ഹാർട്ട് പ്രോബ്ലം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഹാർട്ടിനോ? അതെ. മോക്കിപ്പോൾ എത്ര വയസ്സായി? 12. ഇത്രയും ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഡോക്ടറെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവുന്നത്? ഹാർട്ട് പ്രോബ്ലത്തിന് ഇങ്ങനെ പ്രത്യേകിച്ചൊരു പ്രായമൊന്നുമില്ല. ഈ കേസിൽ ജന്മനാ തന്നെ അസുഖമുള്ളതാകാനാണ് സാധ്യത.
ഇപ്പോൾ ഇതൊക്കെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുള്ള സ്കാനിങ്ങിൽ തന്നെ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് കുഞ്ഞിൻ്റെ ജനനസമയത്തെങ്കിലും. അതാണ് ഞാൻ ചോദിച്ചത്. ഇത്തരമൊരു പ്രോബ്ലത്തെ പറ്റി നേരത്തെ അറിയാമായിരുന്നു. മോളുടെ അമ്മയോട് ഞാൻ ചോദിച്ചു, പക്ഷെ അവർക്കതിനെപ്പറ്റി യാതൊരു രൂപമില്ല. ഡോക്ടർ അവളോടത് പറഞ്ഞോ? തൽക്കാലം മോൾ ഇതിനെപ്പറ്റിയൊന്നും അറിയണ്ട. കുട്ടിയുടെ അച്ഛനില്ലാന്നറിയാം. പ്രസവ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സൂചനയുണ്ടോയെന്ന് അന്വേഷിക്കണം. ഹാർട്ട് പ്രോബ്ലത്തെപ്പറ്റി നേരത്തെ സൂചനയുണ്ടെങ്കിൽ അതിൻ്റെ മുൻകരുതലെടുക്കണമായിരുന്നു. ഇതിനു മുമ്പ് ഇതുപോലത്തെ പ്രോബ്ലംസ്, മയക്കമോ തലച്ചിട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ലക്ഷണവും ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല. ഇത് പുതുതായുണ്ടായ അസുഖമല്ലല്ലോ. ഇല്ല, സ്കൂളിൽ വെച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ. നമ്മുടെ സുജാതമ്മയുടെ വീട്ടിൽ വെച്ച് പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം ഓർമ്മയില്ലേ? എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡീഹൈഡ്രേഷൻ ആണെന്നാ പറഞ്ഞത്. ഡ്രിപ്പൊക്കെ ഇട്ടിട്ട് തിരിച്ചു വിട്ടു. അന്ന് ഡോക്ടർ ടെസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഈ ടെസ്റ്റ് ഒന്ന് ചെയ്യ്. റിസൾട്ട് കൊണ്ടുവന്ന് കാണിക്കണം. ഓക്കെ ഡോക്ടർ, കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, ചെറിയൊരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനാ. എന്നിട്ട് ടെസ്റ്റ് ചെയ്തോ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മറ്റു ചില പ്രശ്നങ്ങൾ വന്നുപെട്ടു. അതിനിടെ ടെസ്റ്റിന്റെ കാര്യം വിട്ടുപോയി. അന്നത് ചെയ്തിരുന്നെങ്കിൽ അപ്പോഴേ അസുഖം ഐഡന്റിഫൈ ചെയ്യാമായിരുന്നു. സോറി ഡോക്ടർ. ശരിക്കും നിങ്ങളുടെ ഹാർട്ടിന് എന്താ ഡോക്ടർ പ്രോബ്ലം? നമുക്ക് 1-2 ടെസ്റ്റിന് റിസൾട്ട് കൂടി കിട്ടാനുണ്ട്. എന്നിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ആ ശരി. ഇതിലെഴുതിയിരിക്കുന്ന ടെസ്റ്റുകൾ കൂടി ചെയ്യണം. പണം അഡ്വാൻസ് ആയിട്ട് അടച്ച് ബില്ല് കൂടി കൊണ്ടുവരണം. എടി, കാശുണ്ടോ? ആ, അക്കൗണ്ടിൽ കുറച്ചുണ്ട്. ഞാൻ ബില്ലടച്ചിട്ട് വരാം. അമ്മ, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എന്റെ പൊന്നിനോട് ആരാ അങ്ങനെയൊക്കെ പറഞ്ഞേ? ആരും പറഞ്ഞതല്ല, അമ്മ കരയുന്നുണ്ട് ചോദിച്ചതാ. അമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞതല്ലേ? സന്തോഷം കൊണ്ടോ? ഒരു 12 വർഷം മുമ്പ് ഇതുപോലൊരു ഹോസ്പിറ്റലിൽ മോളുണ്ടാവാനുള്ള കാത്തിരിപ്പിലായിരുന്നു എല്ലാവരും. അമ്മ കുറേ വേദന തിന്നു. മോളുണ്ടായപ്പോഴേക്കും അമ്മയുടെ ബോധം പോയി. ബോധം വന്നപ്പോ റൂമിൽ അരണ്ട വെളിച്ചവും മരുന്നിന്റെ മണവും 1-2 നഴ്സുമാരും ഉണ്ടായിരുന്നു. എന്റെ മോളെ നോക്കിയപ്പോ കാണുന്നുണ്ടായിരുന്നില്ല. എന്റെ കുഞ്ഞെവിടെയാണെന്ന് ചോദിച്ച് ഞാൻ ചാടി എഴുന്നേറ്റു. അപ്പോഴത്തെ അമ്മയുടെ ഭാവം അലർച്ചയൊക്കെ കണ്ട് നഴ്സുമാര് പേടിച്ചുപോയി. എന്റെ പൊന്നിനെ കുളിപ്പിച്ചു കൊണ്ടുവരാൻ പോയതായിരുന്നു നഴ്സുമാര്. അമ്മ വിചാരിച്ചത് എന്റെ പൊന്നിന് എന്തോ പറ്റിയെന്നാ. എന്റെ പൊന്നിനെ അമ്മയുടെ കയ്യിലേക്ക് ആദ്യമായി കിട്ടിയപ്പോ അമ്മ അനുഭവിച്ച സന്തോഷം ഉണ്ടല്ലോ,
മുഖത്തിനൊരു സന്തോഷം അതിനു മുമ്പോ പിമ്പോ അമ്മ അനുഭവിച്ചിട്ടില്ല. അതൊക്കെ അമ്മ ഓർത്തുപോയത്. അതെന്തിനെ പോർത്ത്? അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ പൊന്നിനെ ആരും പിടിച്ചോണ്ട് പോകാൻ പറ്റില്ലെന്ന് അമ്മ പറയുക. അങ്ങനെ ആരെങ്കിലും വന്ന അമ്മ ഇങ്ങ് എഴുന്നേൽക്കും, ഭദ്രകാളിയെ പോലെ. അതിനിപ്പോ എന്നെ ആരെങ്കിലും പിടിച്ചോണ്ടാവാൻ വന്നോ? ഇല്ല, അമ്മ വെറുതെ ആലോചിച്ചതാ. നമുക്ക് പനിയുണ്ടോ? ഇല്ല. എന്താ? പനിയുള്ളപ്പോഴല്ലേ ഇങ്ങനെ ആൾക്കാർ പിച്ചും പേയും പറയുന്നത്. അമ്മയ്ക്കൊരു കുഴപ്പമില്ല. പിന്നെന്തിനാ അമ്മ ഇങ്ങനെ കരയുന്ന? മുട്ടുവേദനയാ? മോള് തടവോ? മോൾ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് കുഴമ്പിട്ട് തടവി തരാം കേട്ടോ. മോളെ അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തോ? ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. അച്ഛമ്മേ, പിടിച്ചോ. മോളെ, ആ ശാരദ ഇവിടെ ഇല്ല. എവിടെ പോയി? ഹോസ്പിറ്റലില്. അവിടെ എന്താ? നീളമോള് സ്കൂളിൽ തലയുറ്റി വീണു. വിവരം അറിയാൻ ശാരദയും ഗംഗയും കാവേരിയും കൂടെ അങ്ങോട്ട് പോയിരിക്കുക. തല ചുറ്റി വീണെന്നോ? എന്നിട്ട് എന്ത് പറ്റിയച്ചമ്മേ? അവരിതുവരെ വിളിച്ചില്ലടി. ഞാൻ വിളിച്ചപ്പോഴൊക്കെ തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് കട്ട് ചെയ്തു. തല ചുറ്റി വീണെന്നോ? എന്നിട്ട് എന്ത് പറ്റിയച്ചമ്മേ? അവരിതുവരെ വിളിച്ചില്ലടി. ഞാൻ വിളിച്ചപ്പോഴൊക്കെ തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് കട്ട് ചെയ്തു. ആരാച്ചമ്മേ? ഗംഗയാ. എടുക്കും. ഹലോ മോളെ, അവക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ എന്നാ പറഞ്ഞു മോളെ? കുഴപ്പമൊന്നുമില്ല അച്ഛമ്മേ. ഡോക്ടർ നോക്കിയില്ലേ? നോക്കി. നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരുമോ? ഇല്ല അച്ഛമ്മേ, കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നേ? അതിപ്പോ ഡോക്ടർമാരല്ലേ അച്ഛമ്മ തീരുമാനിക്കുന്നത്. ഒരു കുഴപ്പമില്ലെന്ന് 100% ഉറപ്പിച്ചിട്ടേ അവര് വിടൂ. അപ്പോ 100% ഉറപ്പില്ലേ ഇപ്പോ? അത് ഡോക്ടർമാരെ നോക്കട്ടെ അച്ഛമ്മ. വേണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഗംഗേച്ചി, സത്യം പറയാ, നമ്മുടെ നിലക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, നീ എത്തിയോ കോളേജിൽ നിന്ന്? ഹോസ്പിറ്റലിലെ ചില ഫോർമാലിറ്റീസ്, അത്രേ ഉള്ളൂ. ഒന്നും പേടിക്കണ്ടെന്ന് അച്ഛമ്മയോട് പറയേ. ഞാൻ അങ്ങോട്ട് വരണോ ചേച്ചി? വേണ്ടടി, നീ അച്ഛമ്മയെ നോക്കിയാ മതി. ആ, അച്ഛമ്മ കേൾക്കുന്നുണ്ടോ? ആ, ഞാൻ കേൾക്കുന്നുണ്ട് മോളെ. അത് അച്ഛമ്മയെ, അമ്മ നിളയെ പ്രസവിക്കുന്ന സമയത്ത് അച്ഛമ്മ ഉണ്ടായിരുന്നില്ലേ കൂടെ? ആ, ഉണ്ടായിരുന്നു. അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? നീ എന്തുവാടി ചോദിക്കുന്നേ? അല്ല, ഹോസ്പിറ്റലിലെ കാര്യങ്ങളെ.
എന്താടി നീ ഉദ്ദേശിക്കുന്നേ? അല്ല, കുഞ്ഞിന്റെ ആരോഗ്യത്തെപ്പറ്റി ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ അമ്മയോട്? ഹാർട്ടിന് പ്രശ്നമുണ്ടെന്നോ മറ്റോ? അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞാൽ അവിടെ പ്രസവം എടുത്ത ഡോക്ടറെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. വേദന തുടങ്ങിക്കഴിഞ്ഞാൽ ശാരദ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അരവിന്ദൻ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ഹോസ്പിറ്റലിൽ എത്തി അധികം വൈകാതെ പ്രസവം നടന്നു. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടാവോ? സംസാരിച്ചിട്ടുണ്ടെന്നാ എൻ്റെ ഓർമ്മ. അക്കാര്യമൊന്നും അച്ഛൻ അച്ഛമ്മയോട് പറഞ്ഞില്ലേ? എടി, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അക്കാര്യം പറയില്ലേ? ആ, അന്ന് ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലാന്നും പറഞ്ഞ് ചിരിക്കുക അവൻ ചെയ്തത്. നീളയുടെ ആരോഗ്യത്തെപ്പറ്റി പിന്നെ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? നീ ഇങ്ങനെ കിള്ളി ചോദിച്ചാ എപ്പോൾ വിളിച്ചാലും നിങ്ങളെ മഞ്ഞത്തും മഴയത്തും ഒന്നും കളിക്കാൻ വിടരുമെന്ന് പറയുമായിരുന്നു. കുട്ടികളാകുമ്പോൾ കളിക്കാൻ ഇറങ്ങില്ലേടാന്ന് ഞാൻ ചോദിക്കും. അപ്പം അവൻ പറയും, എല്ലാ കുഞ്ഞുങ്ങളെയും പോലെയല്ല, അമ്മ ശ്രദ്ധിക്കണമെന്ന് പറയും. അത് അവന് നിളയോട് കൂടുതലുള്ള വാത്സല്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ല, നിങ്ങൾ രാത്രിയാകുന്നതിന് മുമ്പ് വരുമല്ലോ അല്ലേ? വരാം അച്ഛമ്മ. നിലയുടെ കൂടെയുള്ള ആരാ? നാസ് വിളിക്കുന്നുണ്ട് അച്ഛമ്മ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ, എന്നാ ശരി മക്കളെ. എന്തുവാടി അവളീ ചോദിക്കുന്നതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛമ്മ, നീള ഏത് ഹോസ്പിറ്റലാന്നാ പറഞ്ഞേ? ആ സ്കൂളിന്റെ അടുത്തുള്ള. നീ എവിടെ പോന്നു? ഹോസ്പിറ്റലിലേക്ക് അച്ഛമ്മ. എടി മോളെ, എടി അവിടെ നിൽക്കാൻ. എന്റെ ഭഗവാനെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കറിയത്തില്ല. എന്താ മുന, എന്തുപറ്റി? എന്താ കാര്യം പറയാ മുന? ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് താനെന്താ എന്നെ അറിയിക്കാതിരുന്നേ? ഞാനെന്താ വല്ല ശത്രു മറ്റാണോ? കേറ്. സമയം കളയാതെ കേറ് മുന, കേറ്. ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചേ? രാവിലെയാണ് ഇവനേട്ടാ. സാധാരണ ഞങ്ങൾ ഒരുമിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോവാറ്. കോളേജിൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പോവായിരുന്നു. കാവേരി ചേച്ചിയാ അവളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടത്. അവിടുന്ന് സ്കൂളിലെത്തിയ ശേഷം കോളേജിൽ നിന്ന് വീട്ടിൽ വന്ന ശേഷം ഞാൻ പോലും ഇതറിയുന്നത്. ഇവനെ കരയാതിരിക്കേ, നിളയ്ക്കൊന്നും സംഭവിക്കില്ല. ടെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഡോക്ടർമാർ പറയും അവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന്.
അവളൊരു പാവാണ് ഇവനേട്ടാ. കരയാതെ മുനെ, നിങ്ങളക്ക് ഒരു കുഴപ്പം വരില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് നേരിടും. ഞാനില്ല കൂടെ, ധൈര്യത്തിരിക്കെ. നിലമോൾക്ക് എന്താ അമ്മേ? ഗംഗേച്ചി ഫോണിൽ കൂടെ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കും ഒന്നും അറിയില്ല മോളെ. അവരെന്താ പറയുന്നെന്ന് പോലും എനിക്കറിയില്ല. നിലയ്ക്ക് ഹാർട്ടിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. അവള് കുഞ്ഞല്ലേ മോളെ. നിങ്ങളെവിടെ അമ്മേ? സ്കാനിങ്ങിന് കൊണ്ടിരിക്കുക, അവരൊപ്പം പോയി. നിലമോളാണെങ്കിൽ വീട്ടിൽ പോണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇല്ലമ്മ, നമ്മുടെ നിലക്കുട്ടിക്കൊന്നും വരില്ല. അമ്മ പേടിക്കാതെ. നിലയുടെ കൂടെയുള്ള ആരാ? സിസ്റ്റർ ഞാൻ. ദേ, ഇത് കൊണ്ടുപോയി ബില്ല് അടച്ചിട്ട് വരണേ. കവരി, നിവിനെന്താ എവിടെ? കവരി എന്തോ ഒരു പിണക്കം പോലെ. കുറച്ചു മുമ്പ് നമ്മൾ കണ്ടതല്ലേ? അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ചേച്ചിയാ നിവിന്റെയും രാഗിണിയുടെയും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്. നാടടക്കം ക്ഷണം ഉണ്ടായിട്ടും എന്നോട് മാത്രം എന്താ നിവിൻ ഇക്കാര്യം പറയാതിരുന്നത്? അപ്പൊ നമ്മുടെ റിലേഷൻ എന്താ വിലയുള്ളത്? സംശയം ശരിയായിരുന്നു. നിലമോൾക്ക് ജന്മനാ ഹൃദ്രോഗമുണ്ട്. പിന്നെ ഓപ്പറേഷൻ അല്പം ചെലവേറിയതാണ്. ഒരു 10 ലക്ഷം രൂപയെങ്കിലും ചിലവാകും.